ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയൊരു ബസ് വെള്ളിമൂങ്ങ എന്ന് തന്നെ പറയാം, ബാക്കും ഫ്രണ്ടും ഒരേ മോഡൽ നിൽക്കുന്ന ബസ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി കുറേ ദിവസം നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നത്, വർക്ക്ഷോപ്പ് എന്തോ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ പണി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് പുറത്ത് നിർത്തിയിട്ടാണ്. അപ്പം കുറേ പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോസലാത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വക്കറയിൽ നിന്ന് നമ്മൾ എന്താ പറയുക, ലേബർ സിറ്റിയിലേക്ക്, ആ ഭാഗത്തേക്ക് കർവ സിറ്റി എന്ന് പറയും. അപ്പോൾ അവിടേക്ക് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടെയാണ് മെയിനായിട്ട് നമ്മളെ കമ്പനീൻ്റെ ഹെഡ് ഓഫീസും അതുപോലെ തന്നെ വർക്ക്ഷോപ്പ്, സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ വണ്ടി വാഷ് ചെയ്യണം. പിന്നെ അതിൻ്റെ വണ്ടിൻ്റെ ഉള്ളിൽ ഫുള്ള് പൊടിയായി കിടക്കട്ടെ, അതാ ഫുള്ള് പൊടിയായി കിടക്കണം. അതുപോലെ തന്നെ സീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്, വാഷ് ചെയ്യേണ്ടതുണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യണം ഫുള്ളായിട്ട്. മഴ പെയ്യുന്നുണ്ട്. 2 ദിവസമായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ 2 ദിവസമായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ മാത്രമാണ് കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിതാ നമ്മളെ കറവാൻ്റെ മുന്നിലെത്തി കേട്ടോ, നമ്മളെ കറവ സിറ്റിൻ്റെ മുന്നിലെത്തി. അപ്പോൾ അതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് ഇതിൻ്റെ ബാക്കിലേക്ക് പോകണം. അവിടെയാണ് മെയിനായിട്ട് വർക്ക്ഷോപ്പും സർവീസ് സെൻ്ററൊക്കെ ഉള്ളത്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് വണ്ടികൾ ലൈനിൽ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല, 2 സൈഡിലായിട്ട് സർവീസിങ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഈ ഒരു ട്രാക്കിൽ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും, പക്ഷേ ഇവിടെ ആ ബോഡിയൊന്നും സർവീസ് ചെയ്യുന്നില്ല, ഉള്ളിൽ മാത്രമാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ സീറ്റും പ്ലാറ്റ്ഫോമും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളു വെള്ളതാ ഒഴിച്ചിട്ട് സാബൂനൊക്കെ ഇട്ട് ഇതാക്കി സെറ്റാക്കി ഒരു സീറ്റ് നമ്മളെ മറ്റേ വെൽവെറ്റിൻ്റെ വിഷനാണ്. അപ്പോൾ നല്ലോണം വാഷ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി പിടിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മളെ ബോഡി വാഷിങ് നേരെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകണം കേട്ടോ. അത് അപ്പുറത്തെ സൈഡിൽ കുറേ വണ്ടികൾ ഇത് കണ്ടില്ലേ, വലിയ വണ്ടിയൊക്കെ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ആ സൈഡിലേക്ക് ഇനി ഇവിടെ ഇത് ഫിനിഷായി കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യണം നമ്മൾ ലൈനിൽ നിന്നിട്ട്. നമ്മൾ ഏകദേശം ഫിനിഷായി വാഷ് ചെയ്ത് ഫിനിഷാക്കി സെറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ ആളടിപൊളി കേട്ടോ, സൂപ്പർ ക്ലീനിങ്ങാരനാണ്. നമ്മളെ ഷൂ പൊട്ടിയിട്ട്, ഷൂവിൻ്റെ ഇത് കണ്ടില്ലേ, ഷൂവിൻ്റെ അടി പൊട്ടിയിട്ട് ഉള്ളിലേക്ക് വെള്ളം കയറി. ഇനിയിപ്പോൾ ഷൂ മാറ്റണം. നമ്മളെ വണ്ടീൻ്റെ ഉള്ളൊക്കെ ഇതാ ഉള്ളു ക്ലീനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സീറ്റ് ഈ ഉഷ്യനൊക്കെ അല്ലേ, ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് തുടയ്ക്കണം, വൈപ്പർ ഇട്ട് വലിച്ചിട്ട് വെള്ളം ഇതാക്കണം. അപ്പോൾ ഈ കുഷ്യനൊക്കെ ഫുള്ള് വാഷ് ചെയ്ത് കിട്ടോ. ഇതാ നമ്മളെ വണ്ടി വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ, പുറംഭാഗം ഉള്ളൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ പിന്നെ നമ്മളെ സീറ്റ് ഫുള്ള് വാഷ് ചെയ്താണ്. സീറ്റ് വാഷ് ചെയ്തിട്ട് ഫുള്ള് നനവുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങണം. അതിന് സംഭവം എന്ന് വെച്ചാൽ വണ്ടി ഇവിടെ വെച്ച് പോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട്
ഇനി ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് വന്നിട്ട് വണ്ടി എടുക്കും കേട്ടോ. ഇപ്പോൾ അതാ ഈ ഇതൊക്കെ വെള്ളമൊക്കെ ഉണ്ട് നിലത്ത്, ഇതൊക്കെ വൈപ്പർ ഇട്ട് വലിക്കണം. അതുപോലെ ഇവിടെയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുണിയിട്ട് തുടച്ച് ഫുള്ള് ക്ലീനാക്കി കുട്ടപ്പനാക്കി നമുക്ക് തരും. നമ്മൾ വണ്ടി നിർത്തിയിട്ടതിൻ്റെ തൊട്ടടുത്ത് തന്നെ 2 ഡബിൾ ഡെക്കർ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മോൾ ഓപ്പൺ ഉള്ള ഡബിൾ ഡെക്കറാണ്. അപ്പോൾ ഈ ഡബിൾ ഡെക്കർ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്നത് ഈ ഫുട്ബോൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബാറ്റ്മിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൈനലും കാര്യങ്ങളൊക്കെ ജയിക്കുന്ന ടീമിന് പോകാനും അതുപോലെ പല പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഡബിൾ ഡെക്കർ ഓപ്പൺ ഡബിൾ ഡെക്കറൊക്കെ സെറ്റാക്കി വെച്ചത്. അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ല കോച്ച് ബസ്സൊക്കെ, ഇതൊക്കെ ഓരോ പ്രോഗ്രാമിന് പോകുന്ന വണ്ടികളാണ്. അതേപോലെ നമ്മൾ അതിൻ്റെ ഈ സൈഡിൽ ഈ ഒരു വണ്ടി ഉണ്ടല്ലേ, ഈ അടിപൊളി വണ്ടിയാണിത്. അപ്പോൾ ഇത് നിർത്തിയിട്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്തേറ്റാണ് എടുത്ത വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് സീ ഫുഡിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ച ഒരു വണ്ടിയാണ്, ഇൻറ്റീരിയറൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചൊരു വണ്ടിയാണ്. സംഭവം അടിപൊളിയാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.